വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ. മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം. ഒതുക്കുങ്ങൽ സ്വദേശി കൊടലിക്കാടൻ കുട്ടിയാലിയെയാണ് മർദ്ദനത്തിനിരയാക്കിയത്. സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി. കോട്ടക്കൽ സ്റ്റേഷൻ പരിധിയിലെ ഒതുക്കുങ്ങലിലാണ് സംഭവം. മർദ്ദനത്തിനിരയായ ചെറുകുന്ന് സ്വദേശി കൊടലിക്കാടൻ കുട്ടിയാലിയെന്ന 61കാരന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇയാളുടെ അയൽവാസി തയ്യിൽ അബ്ദു, മകൻ നാഫി, ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായവർ. വീട്ടിൽ കയറി ആക്രമിച്ചു, ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ 3-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അബ്ദുവും മകനും ബന്ധുക്കളടക്കമുള്ള സംഘം കുട്ടിയാലിയുടെ വീട്ടിലെത്തി മർദ്ദിക്കുന്നത്. നാഫിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം ഇയാളാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്നും തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും കുട്ടിയാലി പറയുന്നു. അടിച്ചെന്നെ വഴിയിലോട്ട് പിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയതാണ്. ആരോ ഭാര്യയെ പിടിച്ച് അകത്തോട്ട് തള്ളിവിട്ടു. അപ്പോഴും ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സംഗതി എന്താണെന്ന് കല്യാണം മുടക്കിയെന്ന് അവർ പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യം ശരിക്കും പറയണം, തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു. അതിൽ എനിക്കുണ്ട് പെൺമക്കൾ. എനിക്ക് ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ, അപ്പോൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണെന്ന് ഞാൻ അവരുടെ പറഞ്ഞു കൊടുത്തു. ഈ കൊച്ചിനെ പറ്റുമെന്ന് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സംഭവ ദിവസം ഇദ്ദേഹവും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അയൽവാസികളടക്കമുള്ളവർ വിഷയം അറിഞ്ഞിരുന്നില്ല. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് നാടറിയുന്നത്. വിവാഹം കഴിച്ചയച്ച 2 പെൺമക്കളും വിദേശത്തുള്ള മകനും അടങ്ങുന്നതാണ് കുട്ടിയാലിയുടെ കുടുംബം. കുറച്ച് ദിവസം മുൻപ് വിവാഹക്കാരിയുമായി സമീപിച്ച പുറത്തുനിന്നുള്ള ഒരാളോട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ കുട്ടിയാലി വെളിപ്പെടുത്തിയിരുന്നു. അത് കല്യാണം കഴിക്കുന്ന യുവാവിനെ പറ്റിയായിരുന്നില്ല. ഇതിനിടെയാണ് നാഫിയുടെ വിവാഹം മുടങ്ങുന്നത്. ഇതിനു പിന്നിൽ കുട്ടിയാലിയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. നിരപരാധിയായ കുട്ടിയാലിയെ വീട്ടിൽ കയറി അതിക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുകയാണ്. നാട്ടിൽ മാന്യമായി കഴിയുന്ന കുട്ടിയാലിക്കെതിരെ ഉണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അയൽവാസിയായ കണ്ണച്ചൻകുത്ത് ഹൈദർ പറഞ്ഞു. ചെറുപ്പം വെച്ച് നമുക്കറിയുന്ന ഞങ്ങൾ തറവാട് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇയാളെ കാണാൻ ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ തന്നെ ഇത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസമായി. കാരണം അങ്ങനെയുണ്ടല്ലോ, ഓരോരുത്തരെ പറ്റിയൊരു നിഗമനം ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മളെ മനസ്സിലാണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു നാട്ടിലുള്ള ഒരാൾക്ക് നിൽക്ക് ഒരു നാട്ടിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മൾ പരസ്പരം നാട്ടുകാരുണ്ടാവുമല്ലോ, അവരുടെ കൂടി അരച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അത് നിയമം കയ്യിലെടുത്ത് ഒരു വീട്ടിലൊക്കെ കയറി കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. കാരണം ഒരു നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ. ഒരു സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ പടർന്നു. ഇതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും? അവർക്കുമില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞമാർക്ക് അവർക്കുമില്ല കുടുംബം കൂട്ടും മറ്റും പോയി കെട്ടിച്ചവരും കെട്ടിയവരൊക്കെ അല്ലേ. പ്രവാസിയായിരുന്ന കുട്ടിയാലി 2 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ മാനസിക വിഷമത്തിലായ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണ്. മലബാർ ടൈംസ്, കോട്ടക്കൽ.